നമസ്കാരം, ഋഷിപ്രക്തം ചാനലിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം. ഇപ്പോൾ നമ്മൾ സംഖ്യാശാസ്ത്ര പ്രകാരം ഓരോ തീയതികളിലും ജനിച്ചിട്ടുള്ളവരുടെ ഏകദേശ സ്വഭാവ സവിശേഷതകളും കൂടാതെ അവർ ശ്രദ്ധിക്കേണ്ട ആരോഗ്യ കാര്യങ്ങളും മറ്റുമാണ് പറഞ്ഞു പോകുന്നത്. ചുരുക്കത്തിലാണ് പറഞ്ഞു പോകുന്നത്. ഈ വീഡിയോ പ്രേക്ഷകർക്ക് താല്പര്യം ഉണ്ടാകുന്ന പക്ഷം കൂടുതൽ വിശദമായിട്ട് സമ്പൂർണ്ണ സ്വഭാവ സവിശേഷതകളെ, അതായത് ഓരോ നക്ഷത്രങ്ങളും അറിയേണ്ടതെല്ലാം എന്നുള്ള എന്റെ വീഡിയോയിൽ വിശദമായിട്ട് 2 ഭാഗങ്ങളിലായിട്ട് പ്രതിപാദിച്ചതുപോലെ തന്നെ വളരെയേറെ നിരീക്ഷണങ്ങൾ ചെയ്ത് ഓരോരുത്തരുടെയും ഫലങ്ങളെ അവതരിപ്പിക്കുന്നുണ്ട്. ഇത് ഒരു ആമുഖമായിട്ട് ചുരുക്കത്തിൽ പറയുകയാണ്. 1 മുതൽ 9 വരെയുള്ള സംഖ്യകളിൽ ജനിച്ച വ്യക്തികളുടെ സ്വഭാവ സവിശേഷതകളും അവർ ശ്രദ്ധിക്കേണ്ട ഏതാനും ചില കാര്യങ്ങളുമാണ് ഈ വീഡിയോകളിൽ പറഞ്ഞു പോകുന്നത്. ഒരാളുടെ ആരോഗ്യം, ആയുസ്, സ്വഭാവ സവിശേഷതകൾ എന്നിവയെ പറ്റി സംഖ്യാശാസ്ത്രം സാമാന്യമായി സിദ്ധാന്തിക്കുന്നുണ്ട്. ജന്മസംഖ്യ, വിധിസംഖ്യ, നാമസംഖ്യ, മാതാപിതാക്കൾ, ഭാര്യ, കുട്ടികൾ എന്നിവരുടെ എല്ലാം ജന്മസംഖ്യകൾ ഒത്തുചേരുമ്പോഴാണ് ഒരു വ്യക്തിയുടെ സമ്പൂർണ്ണ ഫലങ്ങൾ കിട്ടുക. ഇപ്പോൾ നമ്മൾ പറയുന്നത് ജന്മസംഖ്യ മാത്രം അനുസരിച്ചുള്ള ഫലങ്ങളാണ്. അത് പൊതുവായിട്ടുള്ള ഫലങ്ങളാണ്. ഇവിടെ നമുക്ക് ഒരാളുടെ ജന്മസംഖ്യ അനുസരിച്ചുള്ള സാമാന്യ സ്വഭാവ സവിശേഷതകളും ആരോഗ്യം തുടങ്ങി ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളും എല്ലാം പറഞ്ഞു പോകാം. ഇപ്പോൾ നമുക്ക് 1 ജന്മസംഖ്യയായിട്ടുള്ളവരുടെ സ്വഭാവ സവിശേഷതകൾ ആദ്യം പറയാം. 1 ജന്മസംഖ്യ എന്നാൽ 1-ാം തീയതി, 10-ാം തീയതി, 19-ാം തീയതി, 28-ാം തീയതി എന്നീ തീയതികളിൽ ജനിക്കുന്നവരാണ്. ഈ തീയതികളിലൊക്കെ ജനിച്ചവരുടെ ജന്മസംഖ്യ 1 ആണ്. അക്കങ്ങൾ തമ്മിൽ കൂട്ടിക്കിട്ടുന്ന സംഖ്യയാണ്. ഇത് സൂര്യന്റെ സംഖ്യയാണ്. അതുകൊണ്ട് തന്നെ ഇവർ നല്ല നേതൃത്വ പാടവം പ്രകടിപ്പിക്കുന്നവരായിരിക്കും. പൊതുവെ ഇവർ നിശബ്ദരായിരിക്കുമെങ്കിലും മറ്റുള്ളവരുടെ ശ്രദ്ധ ആകർഷിക്കാൻ നല്ലതുപോലെ കഴിവുള്ളവരായിരിക്കും. എന്നാൽ ഇവർക്ക് അല്പം ദുർവാശി കൂടുതലായിരിക്കും. താൻ പോരുമയും കൂടുതലുണ്ടാകാം. വിശദമായിട്ടുള്ള കാര്യങ്ങൾ അറിയണമെന്ന് താല്പര്യമുള്ളവർ ഒന്ന് കമന്റ് ചെയ്യുക. ഇനി നമുക്ക് 1 ജന്മസംഖ്യയായിട്ടുള്ളവർ അറിഞ്ഞിരിക്കേണ്ട ഏതാനും ചില കാര്യങ്ങളെ ഒന്ന് പ്രതിപാദിക്കാം. 1 ജന്മസംഖ്യയായിട്ടുള്ളവർക്ക് പെട്ടെന്ന് രോഗം പിടിപെടുക കണ്ണിനായിരിക്കും. കൂടാതെ ഇവർക്ക് രക്തസമ്മർദ്ദം ഉണ്ടാകാനും സാധ്യതയുണ്ട്. കണ്ണിന് ഓപ്പറേഷൻ വേണ്ടി വരുന്ന സാഹചര്യങ്ങളും പലർക്കും ഉണ്ടാകാറുണ്ട്. എന്നാൽ ജീവിത പങ്കാളിയുടെ ജന്മസംഖ്യയുമായി പൊരുത്തമുള്ള പക്ഷം ഈ പ്രശ്നങ്ങളിൽ നിന്ന് രക്ഷപ്പെടുന്നതുമാണ്. സംയുക്ത ജന്മസംഖ്യയെ സൂചിപ്പിക്കുന്ന 37, 55, 64, 73 എന്നീ വയസ്സുകളിലൊക്കെ ഇവർക്ക് ഇത്തരത്തിലുള്ള അനിഷ്ടങ്ങൾ ഉണ്ടായേക്കാം. കൂടാതെ ഓരോ വർഷത്തിലെയും ജനുവരി, ഒക്ടോബർ എന്നീ മാസങ്ങളൊക്കെ ഇവർ രോഗം വരാതെ സൂക്ഷിക്കേണ്ട സമയങ്ങളാണ്. ഇപ്പോൾ നമുക്ക് 2 ജന്മസംഖ്യയുള്ളവരുടെ സ്വഭാവ സവിശേഷതകളും അവർ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളെയും പ്രതിപാദിച്ചു പോകാം. 2 ജന്മസംഖ്യ എന്നാൽ 2-ാം തീയതി, 11-ാം തീയതി, 20-ാം തീയതി, 29-ാം തീയതി എന്നീ ദിവസങ്ങളിലൊക്കെ ജനിക്കുന്നവർക്കാണ്. 2 എന്ന സംഖ്യ ചന്ദ്രന്റെ സംഖ്യയാണ്. ഇവർ പൊതുവെ സ്വപ്നജീവികളാണ്. മറ്റുള്ളവരുടെ അഭിപ്രായങ്ങൾക്ക് കാത്തു നിൽക്കാതെ സ്വതന്ത്രമായി ചിന്തിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്ന സ്വഭാവക്കാരായിരിക്കും ഇവർ. എഡിസിൻ, വിനോബ ഭാവ എന്നിവരൊക്കെ 2 ജന്മസംഖ്യയായിട്ടുള്ളവരാണ്. ഇവർക്ക് പൊതുവെ കുടുംബസ്നേഹം കൂടുതലായിരിക്കും. കൂടുതൽ ഫലങ്ങൾ അറിയണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ ഒന്ന് കമന്റ് ചെയ്യുക. തീർച്ചയായിട്ടും വളരെ വിശദമായിട്ടുള്ള പഠനത്തിലൂടെ കൂടുതൽ വിഷയങ്ങൾ അവതരിപ്പിക്കുന്നതാണ്. ഇനി നമുക്ക് 2 ജന്മസംഖ്യയായിട്ടുള്ളവർ അറിയേണ്ട, ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളെയും കൂടി പറഞ്ഞു പോകാം. 2 ജന്മസംഖ്യയുള്ളവരുടെ ആരോഗ്യനില പൊതുവെ നല്ലതായിരിക്കും. എന്നാൽ അജീർണം പോലെയുള്ള അസുഖങ്ങൾ ഉണ്ടാകാതെ ശ്രദ്ധിക്കേണ്ടതാണ്. ചിലപ്പോഴൊക്കെ മഞ്ഞപ്പിത്തം പിടിപെടാറുമുണ്ട്. പകർച്ചവ്യാധികളെയും ഇവർ ശ്രദ്ധിക്കേണ്ടതാണ്. മിതമായി സസ്യാഹാരം കഴിക്കുന്നത് ശീലമാക്കിയാൽ തന്നെ ഇവർക്ക് രോഗപ്രതിരോധ ശേഷി ലഭിക്കുന്നതാണ്. സംയുക്ത ജന്മസംഖ്യയെ സൂചിപ്പിക്കുന്ന 20, 38, 47, 65, 74 എന്നീ പ്രായങ്ങളിലൊക്കെ ആരോഗ്യഹാനി ഉണ്ടാകാതെ ശ്രദ്ധിക്കേണ്ടതാണ്. ഫെബ്രുവരി, നവംബർ മാസങ്ങളിൽ ഇത്തരക്കാർ ശ്രദ്ധിക്കേണ്ടതാണ്. ഇപ്പോൾ നമുക്ക് 3 ജന്മസംഖ്യയുള്ളവരുടെ ഏകദേശ സ്വഭാവ സവിശേഷതകളും ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളും പറഞ്ഞു പോകാം. 3 ജന്മസംഖ്യ എന്നാൽ 3-ാം തീയതി, 12-ാം തീയതി, 21-ാം തീയതി, 30-ാം തീയതി എന്നീ ദിവസങ്ങളിലൊക്കെ ജനിക്കുന്നവരാണ്. ഇവർ എല്ലാ കാര്യങ്ങളും വളരെ കൃത്യനിഷ്ഠയോടുകൂടി ചെയ്തു തീർക്കുന്നവരാണ്. 3 എന്ന സംഖ്യ വ്യാഴത്തിന്റെയാണ്. വ്യാഴം ദേവഗുരു ആണ്. പൊതുവെ ഇവർ ശാന്തസ്വരൂപരാണ്. എന്നിരുന്നാലും ആജ്ഞാപിക്കാനുള്ള ഇവരുടെ കഴിവ് പ്രസിദ്ധമാണ്. രജനീകാന്ത്, എബ്രഹാം ലിങ്കൺ, സ്വാമി വിവേകാനന്ദൻ തുടങ്ങിയവരുടെയൊക്കെ ജന്മസംഖ്യ 3 ആണ്. ഇനി നമുക്ക് 3 ജന്മസംഖ്യയുള്ളവർ അത്യാവശ്യം അറിഞ്ഞിരിക്കേണ്ട, ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളെ ഒന്ന് പ്രതിപാദിച്ചു പോകാം. ഇവർക്ക് ബാല്യകാലങ്ങളിൽ രോഗദുരിതങ്ങൾ അലട്ടിയേക്കാമെങ്കിലും യൗവനത്തോടുകൂടി അതെല്ലാം മാറുന്നതാണ്. 3 ജന്മസംഖ്യയുള്ളവർക്ക് ഞരമ്പ് സംബന്ധമായിട്ടുള്ള രോഗങ്ങൾ പിടിപെടാം.
കൂടാതെ ത്വക്ക് രോഗം, കുടൽ സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങൾ എന്നിവയ്ക്കും സാധ്യതയുണ്ട്. എന്നാൽ ചികിത്സയിലൂടെ ഇവർക്ക് രോഗം ശമനമാകാനുള്ള സാധ്യതകളും ഏറെയാണ്. മാർച്ച് ഡിസംബർ മാസങ്ങൾ ഇവർ ശ്രദ്ധിക്കേണ്ട മാസങ്ങളാണ്. കൂടാതെ സംയുക്ത ജന്മസംഖ്യയെ സൂചിപ്പിക്കുന്ന 30, 39, 48, 57, 66 എന്നീ വയസ്സുകളൊക്കെ ഇവർ രോഗങ്ങൾ വരാതെ ശ്രദ്ധിക്കേണ്ടതാണ്. ഈ പ്രായങ്ങളിലൊക്കെ രോഗം വരാതിരിക്കാനുള്ള മുൻകരുതലുകൾ എടുക്കുന്നത് നല്ലതായിരിക്കും. 3 ജന്മസംഖ്യയുള്ളവരെ കുറിച്ച് വളരെ വിശദമായി പറയാനുണ്ട്. പിന്നീട് ഒരിക്കൽ നമുക്കത് കൂടുതൽ വിശദമായിട്ട് പറഞ്ഞു പോകാം. ഇപ്പോൾ നമുക്ക് 4 ജന്മസംഖ്യയായിട്ടുള്ളവരുടെ സമ്പൂർണ്ണ സ്വഭാവ സവിശേഷതകളും ഏകദേശം അറിഞ്ഞിരിക്കേണ്ട ആരോഗ്യകാര്യങ്ങൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങളെ പറഞ്ഞു പോകാം. 4 എന്ന സംഖ്യ രാഹുവിന്റേതാണ്. 4 ജന്മസംഖ്യ എന്നാൽ 4-ാം തീയതി ജനിക്കുക, 13-ാം തീയതി ജനിക്കുക, 22-ാം തീയതി ജനിക്കുക, 31-ാം തീയതി ജനിക്കുക എന്നിവർക്കാണ്. ഇവർ പൊതുവെ ശാന്ത സ്വഭാവക്കാരായിരിക്കും. അതുപോലെ തന്നെ ഇവർ വളരെ ഇമോഷണൽ ആയിട്ടുള്ള സ്വഭാവമുള്ളവരായിരിക്കും. കൂടാതെ തികഞ്ഞ മതവിശ്വാസികളുമായിരിക്കും. പങ്കാളിയോട് സ്നേഹത്തേക്കാൾ ഉപരിയായിട്ട് ഇവർ സൗഹൃദപരമായി ഇടപെടുന്നവരായിരിക്കും. ഇനി നമുക്ക് 4 ജന്മസംഖ്യയുള്ളവർ അറിഞ്ഞിരിക്കേണ്ട ചില കാര്യങ്ങളെ പറഞ്ഞു പോകാം. 4 ജന്മസംഖ്യയുള്ളവർ ശ്രദ്ധിച്ചില്ലെങ്കിൽ പിടിപെടാൻ സാധ്യതയുള്ളത് ഹൃദയ സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങളായിരിക്കും. ഇവരുടെ അസാമാന്യമായിട്ടുള്ള മനോബലം കൊണ്ട് രോഗങ്ങൾ ചിലപ്പോൾ ഇല്ലാതായി എന്നും വരാം. കൊഴുപ്പുള്ള ഭക്ഷണങ്ങളൊക്കെ 4 ജന്മസംഖ്യയുള്ളവർ വർജിക്കേണ്ടതാണ് എന്നർത്ഥം. പ്രത്യേകിച്ച് ഇവർ മാംസഭക്ഷണം ഉപേക്ഷിക്കുക. കൂടാതെ ഉറക്കമൊഴിച്ചുള്ള തൊഴിലുകളിലും ഇവർ ഏർപ്പെടാതിരിക്കുന്നതാണ് ഉത്തമം. ജനുവരി, ഏപ്രിൽ എന്നീ മാസങ്ങൾ 4 ജന്മസംഖ്യയുള്ളവരെ സംബന്ധിച്ച് അത്ര അനുകൂലമല്ല. ഈ സമയങ്ങളിൽ രോഗങ്ങൾ വരാതെ ശ്രദ്ധിക്കേണ്ടതാണ്. കൂടാതെ സംയുക്ത ജന്മസംഖ്യയെ പ്രതിനിധീകരിക്കുന്ന 40, 58, 67, 76, 85 എന്നീ വയസ്സുകളിലൊക്കെ ഇവർ രോഗങ്ങൾ വരാതെ ശ്രദ്ധിക്കേണ്ടതാണ്. വിശദമായിട്ടുള്ള 4 ജന്മസംഖ്യക്കാരുടെ സ്വഭാവ സവിശേഷതകൾ പിന്നീട് അവതരിപ്പിക്കുന്നതാണ്. ഇപ്പോൾ നമുക്ക് 5 ജന്മസംഖ്യയുള്ളവരുടെ സമ്പൂർണ്ണ സ്വഭാവ സവിശേഷതകളും ഏകദേശം അറിഞ്ഞിരിക്കേണ്ട ആരോഗ്യകാര്യങ്ങൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങളെയും പറഞ്ഞു പോകാം. 5 എന്ന സംഖ്യയെ പ്രതിനിധീകരിക്കുന്ന ബുധനാണ്. 5 ജന്മസംഖ്യ എന്നാൽ 5-ാം തീയതി, 14-ാം തീയതി, 23-ാം തീയതി എന്നീ തീയതികളിലൊക്കെ ജനിക്കുന്നവർക്കാണ്. ഇവർ സുഹൃത്ത് ബന്ധത്തിന് മറ്റെന്തിനേക്കാളും വില കൽപ്പിക്കുന്നവരായിരിക്കും. ഇവർ തമാശക്കാരായിരിക്കും. തമാശ ആസ്വദിക്കാനും പറയാനും ഇവർക്കറിയാം. ബുദ്ധി വൈഭവമുള്ളവരായിരിക്കും. ഇവർ നല്ല റൊമാൻറ്റിക് സ്വഭാവമുള്ളവരുമായിരിക്കും. വീടിനെയും വീട്ടുകാരെയും സ്നേഹിക്കുക എന്നുള്ളതാണ് ഇവരുടെ പ്രധാന അജണ്ട എന്ന് തന്നെ പറയാം. ഇനി 5 ജന്മസംഖ്യയുള്ളവരുടെ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളെ പറഞ്ഞു പോകാം. ഇവർക്ക് ആസ്മ രോഗം പിടിപെടാൻ സാധ്യതയേറെയാണ്. 5 ജന്മസംഖ്യയുള്ളവർ മദ്യപാനവും പുകവലിയും ഒഴിവാക്കിയേ പറ്റൂ. സസ്യാഹാരമാണ് ഇവർക്ക് ഏറ്റവും ഉചിതമായിട്ടുള്ളത്. ഫെബ്രുവരി, മെയ് മാസങ്ങൾ ഇവർ ആരോഗ്യകാര്യത്തിൽ ശ്രദ്ധിക്കേണ്ട മാസങ്ങളാണ്. കൂടാതെ ഡിസംബർ മാസങ്ങളിലും പരമാവധി വിശ്രമം ആവശ്യമാണ്. സംയുക്ത ജന്മസംഖ്യയെ സൂചിപ്പിക്കുന്ന 41, 50 എന്നീ വയസ്സുകളിൽ എത്തുമ്പോൾ ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാകാൻ ശ്രദ്ധിക്കേണ്ടതാണ്. മതിയായിട്ടുള്ള കരുതൽ എടുക്കേണ്ടതാണ് എന്നർത്ഥം. കൂടുതൽ വിശദമായിട്ട് സ്വഭാവ സവിശേഷതകൾ പിന്നീട് അവതരിപ്പിക്കുന്നതാണ്. ഇപ്പോൾ നമുക്ക് 6 ജന്മസംഖ്യയുള്ളവരുടെ ഏകദേശ സ്വഭാവ സവിശേഷതകളും ആരോഗ്യം ഉൾപ്പെടെയുള്ള ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളും പറയാം. 6 എന്ന സംഖ്യയുടെ ഗ്രഹം ശുക്രനാണ്. 6 ജന്മസംഖ്യ എന്നാൽ 6-ാം തീയതി, 15-ാം തീയതി, 24-ാം തീയതി എന്നീ ദിവസങ്ങളിലൊക്കെ ജനിക്കുന്നവരാണ്. ഇവർ വളരെ ക്രിയേറ്റീവ് ആയിട്ടുള്ള സ്വഭാവമുള്ളവരായിരിക്കും. എന്നാൽ ഇവർക്ക് ക്ഷമാശീലം വളരെ കുറവാണ്. ശുക്രൻ അസുര ഗുരുവാണ്. എന്നാൽ ജീവിതകാലം മുഴുവൻ ഇവർ എല്ലാവർക്കും നല്ല സുഹൃത്തുക്കളായിരിക്കും. ഇനി നമുക്ക് ഇവരുടെ ആരോഗ്യം ഉൾപ്പെടെ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളെ പറഞ്ഞു പോകാം. 6 ജന്മസംഖ്യയുള്ളവർക്ക് ഗുഹ്യ സംബന്ധമായിട്ടുള്ള രോഗങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. ഇവർ ചീത്ത കൂട്ടുകെട്ടുകൾ ഒഴിവാക്കേണ്ടതാണ്. ആരോഗ്യപരമായും മറ്റ് മേഖലകളിലും ഇവർ ശ്രദ്ധിച്ചാൽ കുഴപ്പമില്ലാതെ മുന്നോട്ട് പോകാനായിട്ട് സാധിക്കുന്നതുമാണ്. വൈറ്റമിൻ സി അടങ്ങിയ ഭക്ഷണം ഇവർ കാര്യമായിട്ട് കഴിക്കേണ്ടതാണ്. ഏപ്രിൽ, ജൂലൈ മാസങ്ങളിൽ ആരോഗ്യകാര്യങ്ങളിൽ ഇവർ ശ്രദ്ധിക്കേണ്ടതാണ്. കൂടാതെ സംയുക്ത ജന്മസംഖ്യയെ സൂചിപ്പിക്കുന്ന 15, 24, 33, 51, 60 എന്നീ വയസ്സുകളിലൊക്കെ ഇവർക്ക് ആരോഗ്യപരമായിട്ടുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകാം. എല്ലാ കാര്യത്തിലും ശ്രദ്ധിക്കേണ്ട വർഷങ്ങളാണിത്. 6 ജന്മസംഖ്യയുള്ളവരുടെ വിശദമായിട്ടുള്ള സ്വഭാവ സവിശേഷതകൾ പിന്നീട് അവതരിപ്പിക്കുന്നതാണ്. ഇപ്പോൾ നമുക്ക് 7 ജന്മസംഖ്യയുള്ളവരുടെ സ്വഭാവ സവിശേഷതകളും ആരോഗ്യം തുടങ്ങി അറിയേണ്ട പ്രത്യേക കാര്യങ്ങളും പ്രതിപാദിച്ചു പോകാം. 7 എന്ന സംഖ്യയുടെ ഗ്രഹം കേതുവാണ്. വൈദേശിക സമ്പ്രദായത്തിൽ അത് നെപ്റ്റ്യൂൺ ആണ്. ആദ്യം നമുക്ക് പൊതുവായിട്ടുള്ള സ്വഭാവ സവിശേഷതകളെ ഏകദേശം പറയാം.
7 ജന്മസംഖ്യ എന്നാൽ 7-ാം തീയതി, 16-ാം തീയതി, 25-ാം തീയതി എന്നീ ദിവസങ്ങളിലൊക്കെ ജനിക്കുന്നവരാണ്. അപകടകരമായിട്ടുള്ള കാര്യങ്ങളിൽ ഏർപ്പെടാൻ ഇവർക്ക് വല്ലാത്ത ഒരു താല്പര്യമുണ്ടാകും. ഇവർ നല്ല ആഴത്തിൽ ചിന്തിക്കുന്നവരാണ്, പ്രതിഭാശാലികളാണ്. പൊതുവെ ഇവരുടെ ആരോഗ്യസ്ഥിതി മെച്ചപ്പെട്ടതായിരിക്കും. 7 ജന്മസംഖ്യ എന്നാൽ 7, 16, 25 എന്നീ തീയതികളിൽ ജനിക്കുന്നവർക്കാണ്. എന്നാൽ അശ്രദ്ധമായിട്ടുള്ള ഭക്ഷണ സമ്പ്രദായം, ദിനചര്യയുടെ ക്രമക്കേടുകൾ എന്നിവയൊക്കെ കാട്ടുന്നത് ഇവരുടെ പൊതു സ്വഭാവമാണ്. അത് ഇവർക്ക് ദോഷകരവുമാണ്. ഇത്തരം അശ്രദ്ധകൾ ഒഴിവാക്കിയാൽ തന്നെ 7 ജന്മസംഖ്യയുള്ളവർക്ക് രോഗങ്ങൾ പിടിപെടുകയില്ല. ഏപ്രിൽ, ജൂലൈ എന്നീ മാസങ്ങളിൽ ഇവർ ശ്രദ്ധിക്കേണ്ടതാണ്, വിശേഷിച്ച ആരോഗ്യകാര്യങ്ങളിൽ. കൂടാതെ സംയുക്ത ജന്മസംഖ്യയെ സൂചിപ്പിക്കുന്ന 16, 25, 34, 52, 61, 70 എന്നീ വയസ്സുകളിലൊക്കെ ഇവർ കൂടുതലായിട്ട് ആരോഗ്യകാര്യങ്ങളും മറ്റു കാര്യങ്ങളും ശ്രദ്ധിക്കേണ്ടതാണ്. ഈ വർഷങ്ങളിലൊക്കെ ഇവർ എല്ലാ കാര്യങ്ങളെയും ഗൗരവത്തോടെ കാണേണ്ടതാണ്. 7 ജന്മസംഖ്യ ആയിട്ടുള്ളവരുടെ വളരെ വിശദമായിട്ടുള്ള സ്വഭാവ സവിശേഷതകളെ നമുക്ക് പിന്നീട് പറയാം. ഇപ്പോൾ നമുക്ക് 8 ജന്മസംഖ്യ ആയിട്ടുള്ളവരുടെ സ്വഭാവ സവിശേഷതകളും ആരോഗ്യം തുടങ്ങി ശ്രദ്ധിക്കേണ്ട ഏതാനും ചില കാര്യങ്ങളെ ചുരുക്കത്തിൽ പറഞ്ഞു പോകാം. 8 എന്ന സംഖ്യയെ പ്രതിനിധീകരിക്കുന്ന ഗ്രഹം ശനിയാണ്. 8 ജന്മസംഖ്യ എന്നാൽ 8-ാം തീയതി, 17-ാം തീയതി, 26-ാം തീയതി എന്നീ ദിവസങ്ങളിലൊക്കെ ജനിക്കുന്നവരാണ്. ഇവർ ആത്മവിശ്വാസം ഏറ്റവും കൂടുതലുള്ളവരാണ്. ആൺപെൺ വ്യത്യാസം സൗഹൃദങ്ങളിൽ കാണിക്കാതിരിക്കുക എന്നുള്ളത് ഇവരുടെ പൊതു സ്വഭാവമാണ്. എന്നാലും ഇവർ ദുർബലമായ മനസ്സിന് അടിമകളായിരിക്കും. ഇനി നമുക്ക് ആരോഗ്യം തുടങ്ങി ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളെ പറഞ്ഞു പോകാം. 8 ജന്മസംഖ്യയുള്ളവരെ പെട്ടെന്ന് പിടിപെടാൻ സാധ്യതയുള്ളത് വാതരോഗമാണ്. അതുകൊണ്ട് തന്നെ ഇവർ ലഹരി പദാർത്ഥങ്ങൾ വർജിക്കേണ്ടതാണ്. 8 ജന്മസംഖ്യയുള്ളവർക്കും സസ്യ ആഹാരമാണ് ഏറ്റവും നല്ലത്. ഇവർ യോഗാസനം അനുഷ്ഠിക്കുന്നതും വളരെ ഗുണപ്രദമാണ്. പൊതുവെ ഈ 8 ജന്മസംഖ്യയുള്ളവർ ഭക്ഷണപ്രിയരായിരിക്കും. ആഗസ്റ്റ്, മെയ് മാസങ്ങളിൽ ഇവർ ആരോഗ്യകാര്യങ്ങളിൽ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. കൂടാതെ സംയുക്ത ജന്മസംഖ്യയെ സൂചിപ്പിക്കുന്ന 8, 35, 44, 53, 62, 71, 80 എന്നീ വയസ്സുകളിലൊക്കെ ശ്രദ്ധിക്കേണ്ടതാണ്. പൊതുവെ ഈ വർഷങ്ങളിൽ ആരോഗ്യകാര്യങ്ങളും മറ്റു കാര്യങ്ങളും വളരെ ശ്രദ്ധിക്കുക. 8 ജന്മസംഖ്യയുള്ളവരുടെ വിശദമായിട്ടുള്ള സ്വഭാവ സവിശേഷതകൾ പിന്നീട് നമുക്ക് പ്രതിപാദിക്കാം. ഇപ്പോൾ നമുക്ക് 9 ജന്മസംഖ്യയുള്ളവരുടെ സ്വഭാവ സവിശേഷതകളും ആരോഗ്യം തുടങ്ങി ഏതാനും ചില കാര്യങ്ങളെയും പ്രതിപാദിക്കാം. 9 എന്ന സംഖ്യ ചൊവ്വയുടെ സംഖ്യയാണ്. 2025 ചൊവ്വയുടെ സംഖ്യക്കാരുടെ വർഷമാണ്. 9 ജന്മസംഖ്യ എന്നാൽ 9-ാം തീയതി, 18-ാം തീയതി, 27-ാം തീയതി എന്നീ ദിവസങ്ങളിൽ ജനിക്കുന്നവരാണ്. 9 ജന്മസംഖ്യക്കാർ നല്ല കേൾവിക്കാരായിരിക്കും. എന്നാൽ ഉയർന്ന ചിന്താഗതിയും ഇവരുടെ കൈമുതലാണ്. ഇവർ സാമ്പത്തിക ഭദ്രത ആഗ്രഹിക്കുന്നവരാണ്. കൂടാതെ സമാധാനത്തോടുകൂടി ജീവിക്കാൻ ആഗ്രഹിക്കുന്നവരുമാണ്. ഇവർക്ക് തണുപ്പ് കാലാവസ്ഥ അധികം സുഖകരമല്ല. തണുപ്പ് തട്ടിയാൽ ഉടൻ തന്നെ ജ്വരം, ജലദോഷം ഇവയൊക്കെ പിടിപെടാനുള്ള സാധ്യതയുണ്ട്. ലഹരി വസ്തുക്കൾ വർജിക്കാത്ത പക്ഷം ഇവരുടെ ആരോഗ്യം തകർന്നു പോകുന്നതാണ്. പൊതുവെ ഇവർ സസ്യാഹാരം കൂടുതലായി ഉപയോഗിക്കുന്നതായിരിക്കും നല്ലത്. ജൂൺ, സെപ്റ്റംബർ എന്നീ മാസങ്ങളിൽ ഇവർ ആരോഗ്യകാര്യത്തിൽ വിശേഷ ശ്രദ്ധ കൊടുക്കേണ്ടതാണ്. കൂടാതെ സംയുക്ത ജന്മസംഖ്യയെ സൂചിപ്പിക്കുന്ന 9, 18, 27, 36, 45, 54, 63 എന്നീ വയസ്സുകളിലൊക്കെ ഇവർക്ക് രോഗങ്ങൾ പിടിപെടാനുള്ള സാധ്യതയുണ്ട്. ഈ പ്രായങ്ങളിൽ ആരോഗ്യകാര്യങ്ങളിൽ കൂടുതൽ ശ്രദ്ധ കൊടുക്കേണ്ടതാണ്. 9 ജന്മസംഖ്യയുള്ളവരുടെ വിശദമായിട്ടുള്ള സ്വഭാവ സവിശേഷതകളെ പിന്നീട് അവതരിപ്പിക്കുന്നതാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായം കമന്റ് ആയിട്ട് അറിയിക്കുക. ഇനിയും ഇതുപോലുള്ള നല്ല നല്ല വിഷയങ്ങളുമായി നമുക്ക് വീണ്ടും കാണാം. നന്ദി, നമസ്കാരം, ശുഭദിനം.